നമസ്കാരം. കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്രായേലിലേക്ക് പുതിയതായിട്ട് കെയർ ഗീവർ ജോലിക്ക് വരാൻ വേണ്ടി ക്ലാസ് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആണിത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ വിസ പ്രോസസ്സിംഗ് സെൻറ്റർ അല്ലെങ്കിൽ IVP സെൻറ്റർ, ഇസ്രായേൽ വിസ പ്രോസസ്സിംഗ് സെൻറ്ററാണ് IVP സെൻറ്റർ എന്ന് പറയുന്നത്. IVP സെൻറ്ററിൻ്റെ 2 സർക്കുലറുകൾ റീസെൻ്റായിട്ട് വന്നിരുന്നു. ബോംബെയിലുള്ള എല്ലാ ഏജൻസികൾക്കും ആ സർക്കുലർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിലേക്ക് വരുന്ന ആളുകളുടെ ഇയർ ഗ്യാപ്പ്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഇസ്രായേലിലേക്ക് ക്ലാസ് കൂടിക്കഴിഞ്ഞാൽ ഒരു നോർമൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 3 to 4 മന്ത് വരെയൊക്കെ എടുക്കാറുണ്ട്. അതായത് നമ്മുടെ ക്ലാസ്സിൻ്റെ ഡോക്യുമെൻറ്റേഷനുകളെല്ലാം കഴിഞ്ഞ് എല്ലാത്തിനും പ്രിപ്പയറായി നമ്മൾ ഇവിടെ ഇസ്രായേലിലേക്ക് ഡോക്യുമെൻറ്റുകൾ എത്തി ഇസ്രായേലിലെ ഒരു ഏജൻസിയിലെ ഡോക്യുമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഫാമിലി സെലക്റ്റായി ആൾ വരുമ്പോഴത്തേക്കും 3 to 5 മന്ത് വരെയൊക്കെയുള്ള ടൈം ഡ്യൂറേഷൻ എടുക്കും. പെട്ടെന്ന് വിസ ആവുന്നതനുസരിച്ചൊക്കെ ചിലരുടെ ഫാസ്റ്റ് ആവാറുണ്ട്. ഇത് ഡിലേ ആവുന്ന കേസുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അറൗണ്ട് 1 year അല്ലെങ്കിൽ 1 year മുകളിലേക്കൊക്കെ വരാറുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. ഒരു വർഷത്തിന് മുകളിലേക്കൊക്കെ പോയാലും പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഈ കഴിഞ്ഞിടയ്ക്ക് വന്നൊരു സർക്കുലറിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 6 മാസത്തിനേക്ക് മുകളിലേക്ക് ഇയർ ഗ്യാപ്പ് വരുന്ന ആളുകൾ കൃത്യമായിട്ട് ഒരു വിശദീകരണം കൊടുക്കേണ്ടതായിട്ട് വരും ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്. ഈ റീസെൻ്റായിട്ട് ലാസ്റ്റ് ഒരു 2 വീക്സിനിടയ്ക്ക് ഏകദേശം 6ഓളം കാൻഡിഡേറ്റുകളുടെ പേപ്പറുകൾ ഹോൾഡ് ചെയ്തിരുന്നു. എൻ്റെ ഒരു കാൻഡിഡേറ്റ് അതിനകത്തുണ്ടായിരുന്നു. ഇന്നാണ് അവരുടെ പാസ്പോർട്ട് റിലീസ് ചെയ്ത് കിട്ടിയ. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കൂടെ ഹോൾഡ് ചെയ്തിരുന്ന 3-4 പേർക്ക് അവർ ബ്ലാക്ക് സീൽ അടിച്ചു വിട്ടിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു ആ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നില്ല, അവർ തന്നെ ഏകദേശം 1 വർഷക്കാലം ഡിലേ വന്നായിരുന്നു. ആ കാൻഡിഡേറ്റിന് വിസയ്ക്ക് ക്ലാസ് കൂടിയതിന് ശേഷം ഡിലേ വന്നിരുന്നു. അപ്പോൾ പല ആളുകൾക്കും അതുപോലെ ഡിലേ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡിലേ വന്ന ഈ കാൻഡിഡേറ്റിന്, നമ്മുടെ ഒരു പർട്ടിക്കുലർ കാൻഡിഡേറ്റിന് അവർ കൃത്യമായിട്ടൊരു വിശദീകരണം കൊടുത്തിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കാനൊരു വിശദീകരണം ഉണ്ട്, അല്ലെങ്കിൽ അവർ വരാൻ ഡിലേ ആയതിന് അവർക്കൊരു കാരണമുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് പല ആളുകൾക്കും കൃത്യമായിട്ട് കാരണങ്ങളില്ലായിരുന്നു. അവരോട് ചോദിച്ചു, ഈ 1 വർഷ കാലയളവിൽ നിങ്ങൾ എന്താണ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചു. അപ്പം പല ആളുകളും പറഞ്ഞു, ഞാൻ വേറെ സ്ഥലത്ത് ജോലി ചെയ്തിരുന്നു. അപ്പം കോൺസുലേറ്റ് പറഞ്ഞു, കുഴപ്പമില്ല, ജോലി ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ പ്രൂഫ് വേണം. അതിൻ്റെ സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ അറ്റൻഡൻസിൻ്റെ സ്ലിപ്പ് അല്ലെങ്കിൽ സാലറി സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയുള്ള പ്രൂഫുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണ് ഇത് ചോദിക്കുന്നത്, ഈ ഇയർ ഗ്യാപ്പ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഗ്യാപ്പ് ചോദിക്കുന്നത്. ഈ ഗ്യാപ്പ് നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് വിശദീകരിച്ചതിന് ശേഷം അവർ പറയും, നിങ്ങൾ ഇത് ഏതാണോ ട്രെയിനിങ് സെൻറ്റർ നിങ്ങളുടെ, ആ ട്രെയിനിങ് സെൻറ്ററിൽ ഇത് കൊടുത്തിട്ട് അവർ ഡാറ്റയായിട്ട് മെയിൽ ചെയ്യാനായിട്ട് പറയും. ഈ മെയിൽ ചെയ്തിട്ട് ബോംബെയിലെ കോൺസുലേറ്റിൽ കിട്ടുന്ന ആ ഡോക്യുമെൻറ്റുകൾ ഇസ്രായേലിലെ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിലേക്ക് അവർ മെയിൽ ചെയ്യുന്നുണ്ട്. ശേഷം അതേ ഡോക്യുമെൻറ്റിൻ്റെ കോപ്പി അല്ലെങ്കിൽ അതേ മെയിലിൻ്റെ കോപ്പി നമ്മുടെ ഇസ്രായേലിൽ ഏതാണോ നമ്മുടെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ഏജൻസി, ആ ഏജൻസിയിൽ വരുന്നുണ്ട്. ഏജൻസി ഇവിടുന്ന് നോൺ ഒബ്ജെക്ഷൻ കൊടുക്കണം, കുഴപ്പമില്ല, പ്രശ്നമില്ല എന്നുള്ള രീതി കൊടുത്തിട്ട് അതൊന്നുകൂടെ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ വിലയിരുത്തിയതിന് ശേഷം വീണ്ടും ബോംബെയിലെ കോൺസുലേറ്റിലേക്ക് വിടുകയാണ്. ബോംബെയിലെ കോൺസുലേറ്റാണ് ഇതിന് അന്തിമമായിട്ടുള്ള, ബോംബെ അല്ലെങ്കിൽ ഡൽഹിയിലുള്ള ഇസ്രായേലിൻ്റെ ഇന്ത്യയിലുള്ള കോൺസുലേറ്റാണ് ഇതിന് അന്തിമമായിട്ടുള്ള വിധി പ്രഖ്യാപിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻ അനുസരിച്ചിരിക്കും നമ്മുടെ വിസ അപ്രൂവ് ആവോ റിജക്ഷൻ ആവോ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ഇയർ ഗ്യാപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നാളത്തെ ഗ്യാപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന് പ്രിപ്പയർ ആയിട്ട് പോവുക. ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിരിക്കണം, അത് അവർക്ക് ഡൈജസ്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രൂഫ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൂഫ് നമുക്ക് കൊടുക്കാനായിട്ടും സാധിക്കണം. മേ ബി നമ്മൾ ജോലി ചെയ്തതിനായിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കാരണങ്ങൾ പലതായിരിക്കാം. ചിലപ്പോൾ നമുക്ക് വിസ വരാത്തതുകൊണ്ടായിരിക്കാം, നമുക്ക് ഫിനാൻഷ്യലി പൈസ റെഡിയാവാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ ആ കാരണങ്ങളൊന്നും ആക്ച്വലി കോൺസുലേറ്റിന് ആവശ്യമുള്ള വിശദീകരണങ്ങളല്ല. നമ്മൾ ആ പർട്ടിക്കുലർ പീരീഡിൽ എന്ത് ചെയ്തിരുന്നോ അതിൻ്റെ റീസണാണ് അവർക്ക് കൃത്യമായിട്ടും അറിയേണ്ടത്. രണ്ടാമത് വരുന്ന ഒരു സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ടിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, ഇസ്രായേലിലേക്ക് പലരും ടൂറിസ്റ്റ് വിസയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടാകും പലപ്പോഴും, അല്ലെങ്കിൽ പല രീതിയിലൂടെ ഇസ്രായേലിലേക്ക് എത്താനായിട്ട് ശ്രമിച്ചവർക്ക് കോൺസുലേറ്റിന് വിസ റിജക്ഷൻ വന്നിട്ടുള്ള ആളുകളുണ്ടാകും. നോർമലി അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാസ്പോർട്ട് എടുക്കും. നമുക്കറിയാം, ഫസ്റ്റ് ഒരു പാസ്പോർട്ട് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതൊരു പാസ്പോർട്ട് എടുക്കുമ്പോഴത്തേക്കും ആ കിട്ടുന്ന പാസ്പോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഈ പഴയ പാസ്പോർട്ടിൻ്റെ പാസ്പോർട്ട് നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. സോ അതുകൊണ്ട് എന്ത് ചെയ്യും, ഒരു പാസ്പോർട്ട് കൊണ്ട് എടുക്കും. ആളുകൾ സാധാരണഗതിയിൽ ചെയ്യുന്നൊരു കാര്യമാണത്. അപ്പോഴത്തേക്കും 2 പാസ്പോർട്ട് ആയി ഓൾറെഡി. ഇപ്പോൾ ഈ 3ാമത്തെ പാസ്പോർട്ട്, അതായത് നിലവിലൊരു പാസ്പോർട്ടുണ്ട്, ഒരു പാസ്പോർട്ട് എടുക്കുന്നു, പിന്നെ ഒരു പാസ്പോർട്ട് എടുക്കുന്നു, 3ാമത്തെ പാസ്പോർട്ട് വെച്ചിട്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. നോർമൽ കേസസിൽ ഇസ്രായേലിലേക്ക് അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല, വിസ അപ്രൂവ് ചെയ്ത് കിട്ടാറുണ്ട്. ഇവിടെ വന്നിട്ട് തിരിച്ചു പോയ ആളുകളും, എക്സ്പെഷ്യലി നമുക്കറിയാം ഇസ്രായേൽ ഒരു സിംഗിൾ എൻട്രി കൺട്രിയാണ്. ഒരിക്കൽ ഇവിടെ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത് ഇതേ കൺട്രിയിലേക്ക് അതേ ആളുകൾ
ആരാണോ വന്നിട്ട് പോയ ആളുകൾ അവർ വരുന്നതിൽ ഇസ്രായേൽ ഗവൺമെൻറ് താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലവിലുള്ളതുകൊണ്ട് ആളുകൾ പലപ്പോഴും അങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ ടൂറിസ്റ്റ് വിസയ്ക്ക് കൊടുത്തതിന് ശേഷം റിജക്ഷൻ കിട്ടിയില്ല, കോൺസുലേറ്റിൽ നിന്ന് റിജക്ഷൻ കിട്ടിയ ആളുകൾ ഇതുപോലെ തന്നെ രണ്ടും പ്രാവശ്യം പാസ്പോർട്ട് ചേഞ്ച് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഇവിടെ വന്ന് UN വിസ അടിച്ചിട്ട് തിരിച്ചു പോയ ആളുകൾ രണ്ടാമതും നമുക്കൊക്കെ അറിയാം, എൻ്റെയൊക്കെ സുഹൃത്തുക്കൾ നമ്മുടെയൊക്കെ ഇടയിലുണ്ട് അങ്ങനെയുള്ള ആളുകൾ. അപ്പം അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് തടയാനായിട്ടാണ് ഇസ്രായേൽ ഗവൺമെൻറ് പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ പാസ്പോർട്ട് മിസ്സിംഗ് ആണെങ്കിൽ എത്ര പാസ്പോർട്ടുകളുണ്ടോ പഴയ പാസ്പോർട്ടുകൾ, ആ പാസ്പോർട്ടുകളുടെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഈവൻ പാസ്പോർട്ട് മിസ്സിംഗ് ആണെങ്കിൽ അതിൻ്റെ FIRൻ്റെ കോപ്പി നമ്മൾ കൊടുക്കണം. ഈ പഴയ പാസ്പോർട്ട് നമ്പറുകൾ, നമ്മുടെ പ്രസൻറ്റ് പാസ്പോർട്ടും പഴയ പാസ്പോർട്ട് നമ്പറുകളും വെച്ചിട്ട് ഇസ്രായേലിലുള്ള മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിലേക്ക്, ആദ്യം അത് ഇസ്രായേലിലെ കോൺസുലേറ്റ് കൈകാര്യം ചെയ്യുന്നു, അതിനുശേഷം ഇസ്രായേലിലുള്ള മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിലേക്ക് അത് അയച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ PB അല്ലെങ്കിൽ പോപ്പുലേഷൻ ആൻഡ് ഇമിഗ്രേഷൻ അതോറിറ്റി അത് ചെക്ക് ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്യുന്നു. ഈ പാസ്പോർട്ട് നമ്പറുകളിൽപ്പെട്ട ആളുകൾ എപ്പോഴെങ്കിലും ഇസ്രായേലിലേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഇസ്രായേൽ വരികയോ ചെയ്തിട്ടുണ്ടോ എന്ന സാഹചര്യങ്ങൾ അതിനകത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇനി മുതൽ പാസ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ വിസയ്ക്ക് വേണ്ടി കൊടുക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അപ്രൂവ് ചെയ്യത്തുള്ളൂ. അതുവരെയും എത്ര നാളത്തേക്കാണോ ഇതിന് ഈ ഒരു പ്രോസസ്സിന് ചെക്കിങ്ങിനായിട്ട് ടൈം എടുക്കുന്ന അത്ര നാളത്തേക്ക് നമ്മുടെ ഫയൽ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് എപ്പോഴും തന്നെ നമ്മൾ ഇതിനു മുന്നേ ടൂറിസ്റ്റ് വിസയ്ക്കൊക്കെ ഒരിക്കൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും പറയുക. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പലരും മറച്ചു വയ്ക്കാറുണ്ട്. മറച്ചു വെക്കുന്നതിൻ്റെ പേരിൽ വിസ റിജക്ഷൻ വന്നവരുണ്ട്. നമ്മൾ ഓപ്പണായിട്ട് പറയുക, ഞാനിതുപോലെ ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നു ഇസ്രായേലിലേക്ക്, എനിക്ക് നിർഭാഗ്യവശാൽ കിട്ടിയില്ല. എന്നാലും പിന്നെയും ഡിസിഷൻ കോൺസുലേറ്റിൻ്റെയാണ്, 50-50 ചാൻസാണ് അങ്ങനെയുള്ള കേസസിൽ. അപ്പം എന്നാൽ റീസെൻ്റായിട്ട് കുറച്ച് ആളുകൾക്കൊക്കെ റിജക്ഷൻ വന്നിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ. ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോയാണ്. ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.